ഹലോ, കോഴിക്കോടുള്ള രണ്ടാമത്തെ ദിവസമാണിത്. അപ്പോൾ ഞങ്ങൾ റെഡിയായ ഒരു ഓട്ടോയിൽ ഒരു സ്ഥലം വരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതൊരു പള്ളിയാണ്. കോഴിക്കോട് കുറ്റിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പള്ളിയുള്ളത്. പള്ളിയുടെ ഉള്ളിലോട്ട് സ്ത്രീകൾക്ക് കയറാൻ പറ്റില്ല, പക്ഷേ ആ കോമ്പൗണ്ടിനുള്ളിൽ കയറാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് കയറി കുറേ നേരം ചുറ്റും നടന്ന് കണ്ടു. പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് റീലൊക്കെ എടുത്ത് അങ്ങനെ നടന്നു. അവിടെ നിന്നിറങ്ങി അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുളമുണ്ട്. കാണാൻ ഭയങ്കര ഭംഗിയാണ്. അതുപോലെ ഭയങ്കര കാമാണ് ആ പ്രദേശമൊക്കെ. കാണാൻ നല്ല രസമാണ്. ആ പ്രദേശത്ത് തന്നെ താമസിക്കുന്നവരായിരിക്കണം. അവിടെ അതിന് ചുറ്റുമൊക്കെ ഇരുന്ന് കഥകളൊക്കെ പറഞ്ഞ് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അവർ കുറേ നേരം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഞങ്ങളും അവിടെ കുറേ നേരം ഭംഗിയൊക്കെ ആസ്വദിച്ച് വീഡിയോസൊക്കെ എടുത്ത് അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് കോഴിക്കോട് ബീച്ചിലോട്ടാണ്. അതും ഒരു ഓട്ടോയിലാണ് പോയത്. എല്ലാ സ്ഥലങ്ങളും വലിയ ദൂരത്തൊന്നും അല്ല, അടുത്തടുത്ത് തന്നെ ആയിരുന്നു. അവിടെ നിന്ന് നമ്മൾ ആദ്യം ചെയ്തത് ഒരു തട്ടുകടയിൽ പോയി 3 കട്ടനും അതുപോലെ കോളിഫ്ലവർ പൊരിച്ചതും കാടമുട്ടയും പിന്നെ ചിപ്പി എന്തോ ചെയ്തതും. അവിടുത്തെ എല്ലാ കടയിലും ആ സംഭവം ഉണ്ടായിരുന്നു, ചിപ്പി. എനിക്ക് പക്ഷേ അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കടലിലോട്ട് ഇറങ്ങി. 3 പേർക്കും കടലിൽ കളിക്കുന്ന ഒരുപോലെ ഇഷ്ടമായതുകൊണ്ട് അതിലിറങ്ങിയ പിന്നെ സമയം പോയതേ അറിഞ്ഞില്ല. അത് കഴിഞ്ഞ് റീൽസിലൊക്കെ കാണാറുള്ള ഐസ് ചിരണ്ടിയത് കഴിക്കാനാണ് പോയത്. അവിടെ 3 വെറൈറ്റിയാണുള്ളത്: എരിവ്, മധുരം, അതുപോലെ മിക്സ്. ഞങ്ങൾ മിക്സാണോ പറഞ്ഞിരുന്നത്. അപ്പോൾ ഭയങ്കര ആകാംക്ഷയോടെ ഞങ്ങളത് ഉണ്ടാക്കുന്നതൊക്കെ കണ്ട് കാത്തിരിക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കഴിച്ച് നോക്കിയിട്ട് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങളുടെ എക്സ്പ്രഷനിൽ നിന്ന് തന്നെ കിട്ടും. അവിടെ നിന്ന് നേരെ റൂമിലോട്ട് പോയി. പിന്നെ നമ്മുടെ കലാപരിപാടികളൊക്കെ ആയിരുന്നു. കുറേ നേരം അങ്ങനെ സമയം പോയി. അപ്പോൾ റൂം വെക്കേറ്റ് ചെയ്യാൻ സമയമായി വരുന്നുണ്ട്. അപ്പോൾ അവസാനമായിട്ട് അവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ ഒന്നുകൂടെ ചെയ്ത് നോക്കാമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് പോയി. പിന്നെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ അടുത്തുള്ള ഒരു പാർക്കിലോട്ട് പോയി. മാനാഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പാർക്കുള്ളത്. പിന്നെ അവിടെ കുറേ സ്റ്റാച്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ താഴെ കുറേ കാര്യങ്ങളിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടിങ്ങനെ കുറേ സമയം അവിടെ ചിലവഴിച്ചു.
നേരം വൈകി തുടങ്ങിയപ്പോൾ ഞങ്ങൾ പിന്നെ റെയിൽവേ സ്റ്റേഷനിലോട്ട് തിരിച്ചു. വഴി അറിയാതെ കുറേ ചുറ്റിത്തിരിഞ്ഞു. ഫുഡൊക്കെ കഴിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.